ഓവറിലിങ്ങനെ തൊഴുത്തി കിടന്ന് ഇങ്ങനെ പെട്ടെന്ന് പടച്ചു വീണത്. അമ്മ തൊഴുത്തിലേക്ക് ഓടി ചെന്നപ്പോഴത്തേക്കും ബാക്കിയുള്ള കണ്ണ് ചിമ്മാനൊക്കെ തുടങ്ങി. കണ്ണ് ചിമ്മി കാലൊക്കെ ഇട്ട് പിടയ്ക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും അനിയത്തി കിടന്ന് കരഞ്ഞു. എടാ ഓടി വാടാ എന്ന് പറഞ്ഞ് കരഞ്ഞു. ക്ലാസ്സിലെ പഠിക്കും. ഞാൻ +2 കഴിഞ്ഞിരിക്കുക. എന്താണ് സംഭവം നടന്നത്? ഈ സംഭവം മിനിങ്ങാന്ന് രാത്രി ഞാനും അനിയനും മുകളിലായിരുന്നു പാറയിൽ രാത്രിയിൽ. പിന്നെ അമ്മ അനിയത്തിയായിരുന്നു ഇവിടെ കപ്പത്തൊലി കൊടുക്കുമായിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ തൊട്ടടുത്തൊരു ഡ്രയർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ കപ്പത്തൊലി മേടിക്കുന്നത്. 3-4 വർഷമായിട്ട് നമ്മൾ അവിടെ നിന്ന് മേടിച്ച് നമ്മുടെ വാർക്കയിലിട്ട് നന്നായിട്ട് ഉണക്കി പറക്കിയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അന്നാണെങ്കിൽ അമ്മ അനിയത്തിയാണെങ്കിൽ മറ്റേ വാർക്കപ്പൊക്കെന്ന് കപ്പത്തൊലി വാരി ചാക്കിനകത്തേക്ക് നിലത്തേക്ക് ഇട്ട് അപ്പോൾ അവിടെ നേരെ അവർ കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കന്നാലി കുറച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അമ്മ പെരയ്ക്കകത്തേക്ക് കയറാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഈ കന്നാലി കിടന്ന് ഓവറിലിങ്ങനെ തൊഴുത്തി കിടന്ന് ഇങ്ങനെ പെട്ടെന്ന് പടച്ചു വീണത്. അപ്പോഴത്തേക്കും അമ്മ തൊഴുത്തിലേക്ക് ഓടി ചെന്നപ്പോഴത്തേക്കും ബാക്കിയുള്ള കണ്ണ് ചിമ്മാനൊക്കെ തുടങ്ങി. കണ്ണ് ചിമ്മി കാലൊക്കെ ഇട്ട് പിടയ്ക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും അനിയത്തി കിടന്ന് കരഞ്ഞു. എടാ ഓടി വാടാ എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോഴത്തേക്കും ഞാനും അനിയനും ഓടി വന്നു. അപ്പോൾ ഞങ്ങളോർത്ത് ആകെ 1-2 ഉള്ളൂ എന്ന് ഓർത്ത്. പിന്നെ ചെന്നപ്പോഴാണ് മനസ്സിലായി എല്ലാം ഒരുപോലെ പെട്ടെന്ന് കിടന്ന് പടച്ചുകൊണ്ടിരിക്കുക. കിടന്ന് തൊഴുത്തി കിടന്ന് വീണ്. അപ്പം തന്നെ എല്ലാത്തിനെയും കയറാൻ കഴിച്ചു വിട്ടു. അപ്പോൾ കുറേ എണ്ണം വീടിൻ്റെ മുറ്റത്ത് കിടന്നു, പിന്നെ ഓരെണ്ണം റോട്ടിൽ കിടന്നു, പിന്നെ ഒരു കിടാവ് തോട്ടിൽ, എല്ലാം പല വഴിക്കായിരുന്നു. പിന്നെ കുറേ എണ്ണം തൊഴുത്തിലും കിടന്നു. അങ്ങനെ അതിൽ 13 എണ്ണം ചത്തു. പിന്നെ അയൽവക്കംകാരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ വെള്ളിയാമരത്തുള്ള എല്ലാവരും നന്നായിട്ട് കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 9 എണ്ണത്തിനെ രക്ഷിക്കാൻ പറ്റി. ഇപ്പോൾ മൊത്തം 9 പശുവാണ് മാത്രം ബാക്കിയുള്ളത്? അല്ല, മൊത്തം ഒരു പശു ഉള്ളൂ. 8 പശു ഉണ്ടായിരുന്നു. അതിൽ 7 എണ്ണം ചത്തു. 23 എന്ന് പറഞ്ഞാൽ കിടാക്കൾ? അല്ല, 22 കിടാക്കൾ വരെ എല്ലാം കൂടെ കൂട്ടി 22 എണ്ണം. ഇതിപ്പോൾ ഇത്ര നാളായി നിങ്ങളിപ്പോൾ ഇത്ര പശുക്കളുടെ എണ്ണം കൂട്ടി ചെയ്യാൻ തുടങ്ങി? ഇതെല്ലാം വീട്ടിലുള്ള പശുക്കളായിരുന്നു. അപ്പം എല്ലാം ഉണ്ടായി. നീ ഏത് സ്കൂളിൽ പഠിക്കണേ? ഞാൻ +2 കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ഡിഗ്രിക്ക് വേണ്ടി ജയറാമേട്ടനൊക്കെ വന്നിട്ട് എന്താണ് പറഞ്ഞത്? ജയറാമേട്ടൻ വന്നിട്ട് സഹായമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അനിയനോട് നമുക്ക് ഒരുമിച്ച് പോയി പശുവിനെയൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. സന്തോഷമായില്ലേ? നല്ല രീതിയിൽ ജയറാമേട്ടൻ ആശ്വസിപ്പിച്ചു. പിന്നെ മിനിസ്റ്റേഴ്സും എല്ലാവരും ആശ്വസിപ്പിച്ചായിരുന്നു. ഇല്ല, മമ്മൂട്ടിയും പൃഥ്വിരാജ് സാറും സഹായിക്കാന്ന് പറഞ്ഞു. ജയറാം സാർ പറഞ്ഞു സാർ നല്ലൊരു പരിപാടിയുണ്ട്. അപ്പോൾ സാർ ഈ പ്രശ്നം അറിഞ്ഞ പിന്നെ സാർ അത് മാറ്റി വെച്ചു. അത് മമ്മൂട്ടി സാറിനോടും പൃഥ്വിരാജ് സാറിനോടും പിന്നെ പടത്തിൻ്റെ പ്രൊഡ്യൂസർ എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വരണ്ട, അങ്ങോട്ടേക്ക് ഇത്രയും പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ വന്നതാണ്. സാറിന് ഒരുപാട് നന്ദിയുണ്ട്, ജയറാം സാറിന്, പിന്നെ മിനിസ്റ്റേഴ്സിന്, പിന്നെ ഇവിടെ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ഈ പശുവിന് പ്രശ്നം വന്നപ്പോൾ കൂടി എല്ലാവർക്കും നന്ദി.